ശശി തരൂരിനെ പരമാവധി അവഗണിക്കുക എന്നതാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ നിലപാട്. ഇന്നലെ അദ്ദേഹം എറണാകുളത്തുണ്ടായിരുന്നു. എറണാകുളത്ത് പ്രധാനപ്പെട്ട 2 കോൺഗ്രസിന്റെ പരിപാടി ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല. കോൺഗ്രസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ അവഗണിച്ച് പുറത്താക്കണമെന്നാണോ വി.ഡി. സതീശനും ടീമും ഉദ്ദേശിക്കുന്നത്? തരൂർ സ്വയം പുറത്തു പോകുന്നെങ്കിൽ പോകട്ടെ എന്നാണ്. അതാണ് കോൺഗ്രസ് ലൈൻ. നമുക്കറിയാം, ശശി തരൂർ കേരളത്തിൽ ഒരു വലിയ ഫിഗറാകാനല്ല ശ്രമിക്കുന്നത്. അദ്ദേഹം കേരളം പോലൊരു കൊച്ചു സംസ്ഥാനത്ത് ഒതുങ്ങി നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിറകുകൾ വളരെ വിശാലമായ ലോകത്ത് പാറിപ്പറക്കാൻ അദ്ദേഹത്തിൻ്റെ ചിറകുകൾ കുതിക്കുന്നു, അദ്ദേഹം കുതിക്കുന്നു. വളരെ വ്യക്തമാണത്. ഇപ്പോൾ ശശി തരൂർ നമുക്കറിയാം, അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി, രാജ്യമാണ് വലുത്, പ്രഥമ പരിഗണന രാജ്യത്തിനാണ്, രണ്ടാമതേ ഉള്ളൂ പാർട്ടി. ഇത് സത്യത്തിൽ ആര് പറയുന്നതാണ്? ശശി തരൂരിന് മുമ്പ് ഇത് സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ ഒരു സംഘടനയാണ് ഇന്ത്യയിൽ, അത് RSS ആണ്. RSSനെ സംബന്ധിച്ച് ഭരണമോ RSSൻ്റെ പരിവാറിൽപ്പെടുന്ന BJPയോ അവരുടെ രാഷ്ട്രീയമോ ഒന്നുമല്ല. പ്രഥമ പരിഗണന രാജ്യത്തിനാണ്. രാജ്യം കഴിഞ്ഞേ ഉള്ളൂ, രാഷ്ട്രം കഴിഞ്ഞേ ഉള്ളൂ എന്ന ഒരു ദേശീയ നയത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സംഘടന RSS ആണ്. ആ RSSൻ്റെ അതേ സ്വരമാണ്, അല്ലെങ്കിൽ അതേ ശബ്ദമാണ്, അതേ വാക്കുകളാണ് തരൂർ ആവർത്തിക്കുന്നത്. തരൂർ വളരെ കൃത്യമായിട്ട് പറയുന്നു, രാജ്യമാണ് വലുത്, പാർട്ടി രണ്ടാമതേ ഉള്ളൂ. ഞാൻ അമേരിക്കയിൽ പോയി സംസാരിച്ചത് മുഴുവൻ ഇന്ത്യക്കാർക്കും വേണ്ടിയിട്ടാണ്. വളരെ വ്യക്തമാണ്, ജാതി, മതം, ലിംഗം ഒരു ഭേദവുമില്ല. വളരെ കൃത്യമായിട്ട് മുഴുവൻ ഇന്ത്യൻ പൗരന്മാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ അമേരിക്കയിലേക്ക് പോയതും അമേരിക്കയിൽ സംസാരിച്ചത്. ഇത് കോൺഗ്രസിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. സത്യത്തിൽ ആ ഓപ്പറേഷൻ സിന്ദൂരിൽ ഈ അമേരിക്ക ഉയർത്തുന്ന വെല്ലുവിളികളെ നേരിടാൻ ശശി തരൂർ ഉൾപ്പെടുന്ന ഒരു സംഘത്തെയും നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പോയിരുന്നെങ്കിൽ അത് കോൺഗ്രസ്സിനുണ്ടാക്കുന്ന മൈലേജ് ചെറുതായിരുന്നില്ല. അവിടെ വലിയ മണ്ടത്തരം കോൺഗ്രസ് നേതൃത്വം കാണിച്ചു. അത് കൃത്യമായിട്ട് മുതലാക്കാൻ BJPക്ക് സാധിച്ചു, നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്ക് സാധിച്ചു. അദ്ദേഹത്തിന് തരൂരിൻ്റെ കഴിവുകൾ അറിയാമായിരുന്നു. തരൂരിനെ വിളിച്ച് ഇക്കാര്യം ഏൽപ്പിച്ചു. പണ്ട് PV നരസിംഹറാവു എങ്ങനെയാണോ UN പോയി സംസാരിക്കാൻ പ്രതിപക്ഷ നേതാവായിരുന്ന AB വാജ്പേയിയെ തിരഞ്ഞെടുത്തത്, AB വാജ്പേയിയെ നിയോഗിച്ചത്, അതുപോലെ വളരെ കൃത്യം അന്ന് ഇങ്ങോട്ടിട്ട ഒരു പാലം അങ്ങോട്ട് കടക്കാനും നരേന്ദ്രമോദി ഉപയോഗിച്ചു. വളരെ ലളിതമാണ്. ഈ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധി വളരെ സുതാര്യമാണ്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അത് പകൽ പോലെ തെളിച്ചമുള്ളതാണ്. പക്ഷെ കോൺഗ്രസ്സിന് എന്ത് പറ്റി? കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായിപ്പോയി. കാരണം കടിച്ചതുമില്ല പിടിച്ചതുമില്ല എന്ന അവസ്ഥയായിപ്പോയി കോൺഗ്രസ്സിന്. തരൂർ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തു. BJPയെ ഒട്ട് തകർക്കാൻ, അല്ലെങ്കിൽ BJPയെ മോശക്കാരാക്കാൻ പറ്റിയുമില്ല. ഈ പഹൽഗാം ഭീകരാക്രമണം BJPയുടെ തലയ്ക്ക് ചാരി വെച്ച് വലിയ സുരക്ഷാ വീഴ്ചയൊക്കെ ആരോപിച്ച് കോൺഗ്രസ്സിന് മുതലെടുക്കാമായിരുന്നു. പക്ഷെ അതിനുള്ള അവസരം അവർ തന്നെ കളഞ്ഞു കുളിച്ചു. എങ്ങനെ? സ്വയം അപഹാസ്യരായി. അപ്പോൾ ഇവിടെ തരൂരിനെ ഇനിയിപ്പോൾ ഈ തരൂരിപ്പോൾ ഒരു വലിയ ഫിഗറായി നിൽക്കുകയാണ്. നോക്കൂ, തരൂരിനെ നമ്മുടെ രാജ്യത്ത് എത്ര പേർക്ക് അറിയാമായിരുന്നു? ഒരു പക്ഷേ ഈ കോൺഗ്രസിൻ്റെ AICC പ്രസിഡൻ്റായിട്ട് തരൂർ മത്സരിക്കാൻ ഖാർഗെക്കെതിരെ വന്നപ്പോൾ, അതായത് സോണിയയുടെ പ്രതിനിധിയാണ് ഖാർഗെ, സോണിയ പരിവാറിൻ്റെ കുശിനിക്കാരൻ എന്ന് രാഷ്ട്രീയ എതിരാളികൾ ആരോപിക്കുന്നത് ഖാർഗെയാണ്. ആ ഖാർഗെ മത്സരിക്കാൻ വന്നപ്പോൾ അതിനെതിരെ രംഗത്ത് വന്നയാൾ തരൂരാണ്. അതുകൊണ്ട് തരൂരിന് കുറച്ച് മൈലേജ് കിട്ടി. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ തരൂരിനെ നെഞ്ചിലേറ്റി തലയിലേറ്റി നടക്കുന്നതാരാ? ദേശീയവാദികളാണ്, RSS ഉൾപ്പെടെയുള്ള സംഘടനകളാണ്, BJP ആണ്. അവർക്കെല്ലാം ഇന്ന് അവരെ സംബന്ധിച്ച് രാഷ്ട്രസ്നേഹമാണ് ഏറ്റവും പ്രധാനം. ആ രാഷ്ട്രസ്നേഹം പ്രകടിപ്പിക്കുന്ന ആര് വന്നാലും അവർ സ്വീകരിക്കും. അയാളെ നെഞ്ചിലേറ്റും, അയാളെ തലയിലേറ്റും, നിലത്ത് വെക്കാതെ കൊണ്ട് നടക്കും. ഇന്നിപ്പോൾ തരൂരിനും ആവശ്യം അതാണ്. അദ്ദേഹത്തിനെ പൊക്കിക്കൊണ്ട് നടക്കാൻ ആളെ വേണമായിരുന്നു. അത് അദ്ദേഹം കൃത്യമായിട്ട് BJP പാളയത്തിൽ കണ്ടെത്തി. ഇന്നിപ്പോൾ തരൂരിനെതിരെ തരൂരിൻ്റെ പാർട്ടിയിൽ നിന്നൊരാക്രമണം നമ്മൾ നോക്കും. വളരെ വിചിത്രമായൊരു കാഴ്ചയാണ് നമ്മൾ ഇന്ന് ഇന്ത്യയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം പാർട്ടിക്കാർ അദ്ദേഹത്തെ ആക്രമിക്കുന്നു, അതിനെ പ്രതിരോധിക്കാൻ എതിർ പാർട്ടിക്കാർ. തരൂർ ആരെയാണോ ഇലക്ഷനിൽ തോൽപ്പിച്ചത് ആ വ്യക്തിയടക്കം, ആ എതിർ സ്ഥാനാർത്ഥി അടക്കം തരൂരിനെ
പ്രതിരോധിക്കാൻ മുന്നിലേക്ക് വരുന്നു. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള BJP നേതാക്കൾ മുന്നിലേക്ക് വരുന്നു, തരൂരിന് പ്രതിരോധം തീർക്കുന്നു. അതേസമയം സ്വന്തം പാർട്ടിക്കാർ അദ്ദേഹത്തിന് നേരെ കല്ലെറിയുന്നു. വളരെ വിചിത്രമായ ഒരു രാഷ്ട്രീയ കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്കറിയാം കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്, കോൺഗ്രസ് എന്തുമാത്രം തകർന്നിരിക്കുന്നു എന്ന് നമുക്കറിയാം. അവർ ജനങ്ങളിൽ നിന്ന്, ഇന്ത്യയിലെ പൗരന്മാരിൽ നിന്ന്, രാഷ്ട്രസ്നേഹികളിൽ നിന്ന് വളരെ അകന്നു പോയിരിക്കുകയാണ്. രാഷ്ട്രീയമായ പാപ്പരത്വം കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ മായ്ക്കാനും മറയ്ക്കാനുമാണ് കേരളത്തിൽ തരൂരിനെ അവർ അവഗണിക്കുന്നത്. വളരെ കൃത്യമായിട്ട് തരൂര് കേരളത്തിൽ, ഇനി തരൂര് കൂടുതൽ കേരളത്തിൽ വിസിബിലിറ്റി തരൂരിനുണ്ടായാൽ തരൂരിന് ഒരു കടുത്ത തീരുമാനം എടുത്തുകൂടും. അതത്ര എളുപ്പമല്ല. പിന്നെ ഇത് രാഷ്ട്രീയമാണ്. പരമാവധി ഇവരെ നാറ്റിക്കാനാണ് തരൂരും ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഇവിടെ ഈ തരൂരിനെ ഇങ്ങനെ അവഗണിക്കുന്നതിൻ്റെ പുറകിൽ രാഹുൽ ഗാന്ധിയെ തൃപ്തിപ്പെടുത്താനും സോണിയെ പ്രീതിപ്പെടുത്താനും മാത്രമല്ല, ഇന്നത്തെ നിലയ്ക്ക് തരൂർ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക? വലിയ രീതിയിൽ ദേശീയവാദികളായ ആൾക്കാർ തരൂരിൻ്റെ പിന്നിൽ അണിനിരക്കും. UDFന് അത് വലിയ ഗുണം ചെയ്യും. ഈ പറയുന്ന മുസ്ലിം ലീഗ് വരെ തരൂരിൻ്റെ കൂടെ പോകും. മുസ്ലിം ലീഗ് മിണ്ടുന്നില്ലല്ലോ തരൂരിനെതിരായിട്ട് ഒരക്ഷരം. കേരള കോൺഗ്രസ് മിണ്ടുന്നില്ലല്ലോ, കേരള കോൺഗ്രസ്സുകളൊന്നും മിണ്ടുന്നില്ലല്ലോ. എന്തിനു പറയുന്നു, ഈ സംസ്ഥാനം ഭരിക്കുന്ന CPM, CPI ഒക്കെ തരൂരിനെതിരെ വെച്ച നാക്കെടുക്കുന്നുണ്ടോ? എന്തെങ്കിലും ഒരക്ഷരം തരൂരിനെതിരായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ തരൂരിൻ്റെ മൈലേജ് അത്രയ്ക്കുണ്ട് എന്ന് രാഷ്ട്രീയമായിട്ട് അവർക്ക് മനസ്സിലായത് കൊണ്ടാണ് അവരെ ആരും രംഗത്ത് വരാത്തത്. കോൺഗ്രസ്സിലെ കുറേ പൊട്ടന്മാർ, ഡൽഹിയിലിരിക്കുന്ന വിവരം കെട്ട കുറേ ആൾക്കാർ, അവിടെ ഇപ്പോഴാണ് ഈ AK ആൻ്റണിയെ പോലെയും വയലാർ രവിയെ പോലെയുമുള്ള മികച്ച രാഷ്ട്രീയക്കാരുടെ അഭാവം നമ്മൾ അറിയുന്നത്. കുറഞ്ഞപക്ഷം PJ കുര്യനെങ്കിലും ഡൽഹിയിൽ ഉണ്ടായിരുന്നെങ്കിൽ കോൺഗ്രസ് ഇത്രയും വലിയ മണ്ടത്തരം കാണിക്കില്ലായിരുന്നു. ഈ കോൺഗ്രസ് കാണിച്ച രാഷ്ട്രീയ മണ്ടത്തരത്തിൻ്റെ, പാപ്പരത്വത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ അവർ അനുഭവിക്കുന്നത്. തരൂര് വലിയ ഫിഗറായി, കോൺഗ്രസ് വളരെ ചെറുതായി. നോക്കൂ, കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ഒരു MP, കേവലം ഒരു MP, അദ്ദേഹത്തിന് ആകെയുള്ള പ്രത്യേകത AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചു എന്നുള്ളതാണ്. ആ ഒരു വ്യക്തി ഇന്ന് ആ പാർട്ടിയേക്കാൾ വളരെ വലുതായിരിക്കുന്നു, ആ പാർട്ടി വളരെ ചെറുതായി ചുരുങ്ങിയിരിക്കുന്നു. ഇതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം. അങ്ങനെയുള്ള തരൂരിനെ അവഗണിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ്. കുറച്ചെങ്കിലും ബുദ്ധിയുള്ളത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അവർ മിണ്ടുന്നില്ല, തരൂരിനെതിരെ ഒന്നും പറയുന്നില്ല. തരൂരിനെ എറണാകുളത്ത് 2 പരിപാടികൾ ക്ഷണിക്കുന്നില്ല. തരൂരിനെ ഒഴിവാക്കി. ആകെ തരൂരിനെതിരെ എനിക്ക് തോന്നുന്നു കാര്യമായിട്ട് പറഞ്ഞത് K മുരളീധരനാണ്. അതിന് അദ്ദേഹത്തിൻ്റെതായ ന്യായങ്ങളും കാരണങ്ങളും ഒക്കെ ഉണ്ട്. അദ്ദേഹം ഇതുപോലെ അവഗണിക്കപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സിൽ എന്തെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത്. വിശ്വപൗരൻ വിശ്വകാര്യങ്ങളൊക്കെ നോക്കട്ടെ, ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. സിനിമയിലെ നായകന് അണിയിച്ചൊരുക്കി കൊണ്ടുവരും പോലെയായിരുന്നു ഇവിടെ നേമത്തും തൃശ്ശൂരിലും അദ്ദേഹത്തെ എത്തിച്ചത്. ഈ നെറ്റിപ്പട്ടം കെട്ടിയ കൊമ്പനാനയെ എഴുന്നള്ളിപ്പിന് കൊണ്ടുവരുന്നത് പോലെയാണ് ശ്രീജിത്ത് പറഞ്ഞത്. ശരിയാണ്. നേമത്തും തൃശ്ശൂരിലും ഒക്കെ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ച് ഈ പാർട്ടി തന്നെ അദ്ദേഹത്തെ കാലുവാരി, പ്രതാപം പോയ വഴി പുല്ല് കിളിർത്തിട്ടില്ല. കെട്ടിപ്പിടിക്കുന്നു, വിയർപ്പ് തുടയ്ക്കുന്നു, ഉമ്മ വയ്ക്കുന്നു എന്ന് വെച്ചാൽ അത്ര വലിയ സഹായമല്ലേ കിട്ടിയത്. ഈ പരാജയം ഏറ്റെടുക്കാൻ ഒരാൾ വന്നില്ലേ? പ്രതാപന് നന്നായിട്ട് അറിയാൻ തോക്കുമെന്ന്. പ്രതാപൻ അതുകൊണ്ട് എന്താ ചെയ്ത്? വലിയൊരു എന്ന് വെച്ചാൽ സിറ്റിംഗ് MP മാരെല്ലാം മത്സരിക്കണമെന്നായിരുന്നല്ലോ കോൺഗ്രസിൻ്റെ തീരുമാനം. ആ തീരുമാനം എങ്ങനെ മാറ്റുമെന്ന് ആലോചിച്ച് നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോഴാണ് പൊട്ടി വീണതുപോലെ ഭാഗ്യം മുന്നിലെത്തി മുരളീധരൻ്റെ രൂപത്തിൽ. അതുകൊണ്ട് പ്രതാപൻ അവിടെ ഊരി. പക്ഷേ ഈ പാവപ്പെട്ട കൊമ്പനാനയ്ക്ക് നെറ്റിപ്പട്ടം കെട്ടി ഈ പാവപ്പെട്ട പ്രതാപ ചരിത്രത്തിൽ ഇടം പിടിച്ചേനെ. കാരണം BJPയുടെ ആദ്യം MP സമ്മാനിച്ചു എന്ന് മാത്രമല്ല 3ാം സ്ഥാനത്തേക്ക് പോയി എന്നൊരു നേട്ടം കൂടി അദ്ദേഹത്തിന് അവകാശപ്പെടാൻ പറ്റും. ഇവിടെ ഇപ്പോൾ പാവം മുരളീധരന് ഈ കളിയൊന്നും മനസ്സിലായിട്ടില്ല. അദ്ദേഹം അത് കഴിഞ്ഞ് പാലക്കാട് മത്സരിക്കാൻ ഒരു വിഫല ശ്രമം നടത്തി, അതും വിജയിച്ചില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് തരൂര് വിജയസാധ്യതയുണ്ട്, തോൽവി സാധ്യത ഉണ്ടെങ്കിൽ ഇപ്പോൾ മുരളീധരൻ, അതെ, വിജയസാധ്യത ഉള്ളിടത്ത് മുരളീധരനെ മത്സരിപ്പിക്കില്ല. വീണ്ടും നേമത്ത് കൊണ്ടുവന്ന് നിർത്താനാണ് സാധ്യത. അതാണ് പ്രത്യേകം കോൺഗ്രസ് നേതാക്കൾ തീരുമാനമുണ്ടെന്ന്.
എവിടെയാണോ പരാജയ ഭീതി ഉള്ളത്, തോൽവി പ്രതീക്ഷിക്കുന്നത്, അവിടെ സ്ഥാനാർത്ഥി മുരളീധരനായിരിക്കും. വിജയപ്രതീക്ഷ ഉള്ളിടത്ത് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ മത്സരിക്കും. അങ്ങനെയുള്ളിടത്തുനിന്ന് പ്രതാപനെ പോലെയുള്ളവരെ മാറ്റി നിർത്തും. തോൽക്കാൻ സാധ്യതയുള്ള സ്ഥലത്ത് പ്രതാപനെ മാറ്റി നിർത്തിയിട്ട് അവിടെ മുരളീധരനെ കെട്ടിയിറക്കും. എന്തായാലും ഇപ്പോൾ തരൂരിനെ സംബന്ധിച്ച് തരൂര് അവഗണിക്കാൻ പറ്റാത്തൊരു ശക്തിയാണ്. രാഷ്ട്രീയ ഭേദമന്യേ തരൂരിന് ഇന്ന് രാജ്യത്ത് ഒരു സ്വീകാര്യതയുണ്ട്. അത് ഇഷ്ടപ്പെടാത്തത്, അതിനെ അംഗീകരിക്കാത്തത്, അതിന് വില കൊടുക്കാത്തത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കേരളത്തിൽ പോലും അദ്ദേഹത്തിനോട് വെറുപ്പോ വിദ്വേഷമോ എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് തോന്നുന്നില്ല. ഹൈക്കമാൻഡിനെ തൃപ്തിപ്പെടുത്താൻ അവർ തരൂരിനെ അവഗണിക്കുന്നു, തരൂരിനെ ഒഴിവാക്കുന്നു, മാറ്റി നിർത്തുന്നു. അതുകൊണ്ടൊന്നും തരൂരിൻ്റെ ഒരു രോമത്തിന് പോലും കേടുവരാൻ പോകുന്നില്ല. തരൂർ ഈ പാർട്ടിയെക്കാളും ഏറെ വളർന്നിരിക്കുന്നു. ആ രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ്. അതുകൊണ്ട് ആ തലവേദന കോൺഗ്രസ്സിനെ എല്ലാ കാലത്തും വേട്ടയാടും. അവർ തീർച്ചയായിട്ടും അതിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളത് നമുക്ക് സമീപ ഭാവിയിൽ തന്നെ കാണാം.